ഇതാര്? സുഖമാണോ? അതെ അതെ. ഉണ്ണി എവിടെ? ഉണ്ണിയെ ഉണ്ണിയെ ഇതാരാ വന്നിക്കണം നോക്ക്. ഉണ്ണി, ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. നിനക്ക് IAS സെലക്ഷൻ കിട്ടി. കൺഗ്രാജുലേഷൻസ്. എന്റെ ബഹുമാനായ തമ്പുരാനെ. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഇന്ന് ഈ നാട്ടിൽ തന്നെ കളക്ടറായിട്ട് തിരിച്ചു വരണം. വെൽ ഡൺ മൈ ബോയ്. ഐ ആം പ്രൗഡ് ഓഫ് യു. അമ്മ ഉടനെ വിവരം അറിയിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറായിക്കോളൂ. ശരി, ഓർഡർ ഉടനെ വരും. വരട്ടെ. എന്റെ മോനെ, ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കലക്ടർ. ഒന്നല്ല, IAS കലക്ടർ. നീ അറിഞ്ഞ ഇവൻ ആരാണെന്ന് അറിഞ്ഞ? വട്ടേ കേട്ടാ? നമുക്ക് ആ കൈ അങ്ങോട്ട് കൊടുക്കും. എല്ലാരും കേട്ടോളി, ഇന്ന് ഞമ്മളെ വക എല്ലാവർക്കും ഒരു ബടാഖാനയുണ്ട്. ഇന്നെന്റെ കൽവിൽ പനിനീർ പൊഴിഞ്ഞു, മനസ്സിന്റെ മുറ്റത്ത് പരിമളം പരന്നു. എന്നാണേ നിന്നാണേ മാനത്തമ്പിളി പോലിന്ന് പൊളി തൂകി ചിരി തൂകി മോഹങ്ങളെല്ലാം തിരിഞ്ഞല്ലോ. ദുനിയാവിൽ ഞമ്മടെ ചക്കര മോനും IAS ആയടാ. നാളെ അവൻ നടുവാണിടുവാനായി ഒരുങ്ങി വരുമടാ. ഇന്നെന്റെ കൽവിൽ പനിനീർ പൊഴിഞ്ഞു, മനസ്സിന്റെ മുറ്റത്ത് പരിമളം പരന്നു. ബിരിയാണി തിന്നിടാൻ കൊതിയായി നിൽക്കുന്ന കൊറിയന്മാരെ നിങ്ങൾ വൈകേണ്ട. ബിരിയാണി തിന്നിടാൻ കൊതിയായി നിൽക്കുന്ന കൊറിയന്മാരെ നിങ്ങൾ വൈകേണ്ട. അയിലതന്നച്ചാറും ആവോലി കൂട്ടാനും കുടിക്കാനോ ചെറു ചൂട് ചായയുണ്ട്. അയിലതന്നച്ചാറും ആവോലി കൂട്ടാനും കുടിക്കാനോ ചെറു ചൂട് ചായയുണ്ട്. കോഴിക്കോട്ടങ്ങാടി ചെന്ന് വാങ്ങിച്ചൊര അലുവ തിന്നിടാം. കൊച്ചി പോയപ്പം വാങ്ങിച്ചു വെച്ചൊര കരിമീനും കൂട്ടിയിടാം. അരിമുറുക്കും തിന്നിടാം, പഴമുറുക്കും തിന്നിടാം. കൊതി 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 കൊതിയായി നിൽക്കുന്ന നമ്മൾക്കിന്ന് കയ്യിലും നെയ്യിലും വെള്ളമൊഴിക്കൂ, ശുചി വരുത്തിയിടൂ. ഉള്ളത് നമുക്ക് പെരുന്നാളായി ഉണ്ണാം, ചിരിച്ചു ബന്നീട്. ഇന്നെന്റെ കൽവിൽ പനിനീർ പൊഴിഞ്ഞു, മനസ്സിന്റെ മുറ്റത്ത് പരിമളം പരന്നു. ബിരിയാണി തിന്നിട്ട് കൊയിലാണ്ടിയിൽ പോകാം, അത് കഴിഞ്ഞ പിന്നെ പട്ടാമ്പി. തലശ്ശേരി, ബത്തേരി, മഞ്ചേരി, താനൂര്, വടകരയും ഒന്ന് കറങ്ങിടണം. കായംകുളം വഴി പോരുമ്പം നമുക്ക് കായല് കണ്ടിടാം. കൊല്ലത്തിറങ്ങണം, ഹോട്ടലിൽ കയറണം, ചോറ് കഴിച്ചിടാം. കോവളത്ത് പോകണം, കടല് കണ്ട് പോരണം. മതി 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 വരെ കാഴ്ചകളും കാണണം. കയ്യിലും നെയ്യിലും വെള്ളമൊഴിക്കൂ, ശുചി വരുത്തിയിടൂ. ഉള്ളത് ഞമ്മക്ക് പെരുന്നാളായി ഉണ്ണാം, ചിരിച്ചു ബന്നീട്. ഇന്നെന്റെ കൽവിൽ പനിനീർ പൊഴിഞ്ഞു, മനസ്സിന്റെ മുറ്റത്ത് പരിമളം പരന്നു. എന്നാണേ നിന്നാണേ മാനത്തമ്പിളി പോലിന്ന് ഒളി തൂകി ചിരി തൂകി മോഹങ്ങളെല്ലാം വിരിഞ്ഞല്ലോ. രണ്ടാനേ രണ്ടാനേ രണ്ടാനേ
വീടെത്തി. ഗോപ, എടാ ഗോപ, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? പിന്നെ എവിടെ പോയി കിടക്കാൻ? നല്ല പാർട്ടിയാ, വരാൻ കണ്ട സമയം. നീ എപ്പോ വന്നു? ഞാൻ 5:30 പാസിന് വന്നു. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? ഞാനൊരാളെ കാണാൻ പറ്റുന്നു. വാ. രാധിക നിന്റെ ഓഫീസിൽ തന്നെയാ വർക്ക് ചെയ്യുന്നല്ലേ? എടാ ഇവിടെ ഒന്നും ഇരിപ്പില്ലേ? എന്താടാ? അവനെ സ്കോച്ച്, നമുക്കൊന്ന് പെരുമാറണ്ടേ? ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി. നീ എവിടെ IAS ഓഫീസറാ? നിന്നെ ആരും രഹസ്യമായിട്ട് കാണാൻ വരാറില്ലേ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ PA ആയിക്കോളാം. അങ്ങനെ വരുന്ന പാർട്ടീസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വല്ല സ്കോച്ചോ ഫ്രിഡ്ജോ വീഡിയോ കാറോ അങ്ങനെ അങ്ങനെ എന്താന്ന് മതി മതി, നിർത്ത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അല്പം കഴിക്കാതിരിക്കാൻ വയ്യ. എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്ന ഇത് വാങ്ങിച്ചോണ്ട് വന്നത്. നിറച്ച് വെള്ളം. ആർക്കേത്? സ്ഥലം സബ് കളക്ടർക്ക്. കുടിക്ക്. എനിക്ക് വേണ്ട. ഓ വേണ്ടെങ്കി വേണ്ട. എടാ IAS മോനെ, പുണ്യാളാ, നീയൊന്നും നന്നാകത്തില്ല. നമ്മൾ ആദ്യമായിട്ട് മദ്യപിച്ച ദിവസം നീ ഓർക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് വീട്ടിലുള്ള വഴി. ഇത് തന്നെ. ഇവ കാണുന്നതാ ഭാർഗവ ഗേറ്റ്. ഭാർഗവകാലത്തിലെ വീട് അതല്ലടാ. 2 ഗ്ലാസ് അകത്ത് നിന്നപ്പോ ഒരു വിളവില്ലേ? നമ്മുടെ ദാരിദ്ര്യ ചേട്ടൻ. നമസ്കാരം. ഗോപനോ? മല്ലനും മാധവനും കൂടി എവിടെ പോയിരുന്നു? ഷാപ്പ് വരെ പോയി. ഷാപ്പിലോ? എന്തിന്? ഷാപ്പിൽ പോകുന്ന കള്ളു പിടിക്കാനുള്ള ഷേവ് ചെയ്യാന്. താൻ ആരടോ? കഷ്ടം. നീ എന്താടാ അയാള് പറഞ്ഞു? ഷാപ്പിൽ പോയിരുന്നു. നമ്മൾ കുടിച്ച നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കണം അല്ലേ? എടാ അളിയാ, നമ്മളൽപ്പം പെരുമാറിയിട്ടുള്ളത് 4 ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് കുടിച്ചതിന് എന്തോ പ്രയോജനം? പോടാ. എടാ 4 ആൾ കാണുക ഷാപ്പിൽ പോയി കുടിക്കണം. ആഘോഷമായിട്ട് ആരുടെയെങ്കിലും വായിലേക്ക് തന്നെ വാലടിക്കണം. എന്നിട്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോ ഏതെങ്കിലും ഒരു കൊടിച്ചി പട്ടി വന്ന് ചിറുനാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് വല്ല തെളിവ് കൊണ്ടോടാ അളിയാ. നമസ്കാരം മാഷെ, ഞങ്ങളാ ഷാപ്പ് വരെ പോയതാണ്, ചോറുണ്ണാനാണേ. നീ എന്തിനാണ് കുടിച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നു? നമ്മളുടെ വീട്ടിൽ കയറ്റോടാ നീ. പിന്നെ അമ്മയ്ക്ക് ഇതറിയാനാ നേരം. നിനക്കത് പറയാം, ഞാനേതായാലും വീട്ടിലേക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ കിടന്നു. യവനെ പോലൊരു പേടിത്തൊണ്ടൻ അമ്മ അറിയുന്നു. എടാ അച്ഛനും മകനും കൂടി ഒരേ സ്ഥലത്ത് ഡിഗോഫിക്കേഷൻ വരെ പോകുന്നു. പിന്നെയാണ് നീ ഉള്ള കള്ളടിച്ചത്. വാടാ കിടന്നു. രാധിക വരുന്നു. കുടിച്ച് അവളറിയാൻ മോശം. ഞാനൊരു കാര്യം, ഞാൻ ഈ വഴി അങ്ങോട്ട് പോവാ. അറിയത്തില്ലെന്ന്. ഞാൻ കൊണ്ടുപോവാ. നീ കേട്ടല്ലോ? ഞാൻ കൊണ്ടുപോവാ. ധൈര്യമായിട്ട് വാ. രാധേ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവ ആയിരിക്കും ഫിറ്റ്. ഇവരോട് ഞാൻ പറഞ്ഞ മദ്യം വിഷമാണ്, കൈകൊണ്ട് തുടർന്ന് കുഴപ്പമാണൊക്കെ. പക്ഷെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. രാവിലെ വിളിച്ച പഴങ്കഞ്ഞന്റെ റിയാക്ഷനാ. അല്ല രാധിക ഷാപ്പിൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാ. കൈകൊണ്ട് പിടിച്ച വയറ്റ് കാണാം. മാനമര്യാദക്ക് ജീവിക്കണ പെമ്പിള്ളേരെ വഴിയാളെ സമ്മതിക്കാതെ നീ നിന്റെ എനിക്കും ചിന്ത നിന്നെ ഞാൻ വെല്ലി കൊണ്ടാക്കാം. നീ പോ. ഇവിടെ വഴക്കും സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ വഴക്കും. ഓക്കെ, നമ്മള് കുടിച്ചോന്ന് മനസ്സിലായിട്ടില്ല. നല്ല സ്റ്റഡിയായില്ല. അന്ന് നീ രാവിലെ കണ്ടപ്പോ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പാട്. എന്താടി ഇന്ന് പതിവില്ലാത്ത സ്പെഷ്യലൊക്കെ? ഇന്ന് വില കുറച്ച് കരിമീൻ കിട്ടി. അതോ നിന്റെ മറ്റവൻ വന്നതിന്റെ സന്തോഷം കൊണ്ട് വാങ്ങിച്ചതോ? നീ എന്താടി അവൻ വന്ന കാര്യം ഇതുവരെ എന്നോട് പറയാത്തത്? അതിന് പറയാനൊന്നും ഉണ്ടായില്ലല്ലോ. നിനക്കിപ്പോ സുഖമല്ലോ. അയ്യോ, എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? വരൂ.
വന്നിരിക്കൂ. മാറിക്കില്ല അങ്ങോട്ട്. മറ്റൊന്നും കൊണ്ടോ മുത്തച്ഛ